ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസായിട്ട് കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന രണ്ട് വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് വെൽഡിങ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന. അതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എക്സാമിന് ചിലപ്പം SAW എന്നും ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് SAW എന്നായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്ന സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്വാളിറ്റി വെൽഡ്, വളരെ തിക്നെസ് കൂടിയ വെൽഡ് ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, വളരെ ഹൈ ക്വാളിറ്റി ഉള്ള വെൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആ വാക്കിൽ തന്നെയുണ്ട് സബ്മേർജ്ഡ് എന്ന വേർഡ്. സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആർക്ക് സബ്മേർജ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സംഭവമാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം, ഞാൻ ഇതിൻ്റെ വീഡിയോയും കാണിക്കാം, ഫോട്ടോയും വീഡിയോസും എല്ലാം കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കോട്ടഡ് ഇലക്ട്രോഡ് അല്ല, ബെയർ ഇലക്ട്രോഡാണ്. കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത, ഫ്ലക്സ് കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ബെയർ ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് വയറെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡയമീറ്റർ കുറഞ്ഞ മേ ബി 3 mm to 8 mm അത്രയും ഡയമീറ്റർ മാത്രം വരുന്ന ഇലക്ട്രോഡ് വയറാണ് ഇതിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഇലക്ട്രോഡ് വയറാണ് ഈ ആർക്കിലുണ്ടാകുന്ന ഹീറ്റ് കാരണം മെൽറ്റായി ഡിപ്പോസിറ്റായി വെൽഡ് ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ് വയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡ് വയർ ഇവിടുന്നാണ് വെൽഡ് ജോയിൻറ്റ് ഫോം ചെയ്യേണ്ട ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഈ ഇലക്ട്രോഡിൻ്റെ ആ ഒരു ടിപ്പും ഈ വെൽഡ് പീസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡിൻ്റെ ടിപ്പും വർക്ക് പീസും തമ്മിലുള്ള ഗ്യാപ്പിലാണ് ആ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ആണ്. എന്തിൽ സബ്മേർജ്ഡ് ആണ്? ഇവിടെ ഈ പോർഷൻ കണ്ടോ, ഇതെന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. അതായത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് ഈ ഇലക്ട്രിക് ആർക്കും ഇതുണ്ടാകുന്ന ആർക്കും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നൈട്രജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കാനായിട്ട് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫ്ലക്സിൻ്റെ അകത്താണ് ഈ ഇലക്ട്രിക് ആർക്ക് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുക, ഇവിടെ ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോഡിൻ്റെ വയർ ഇതിൻ്റെ അകത്തു കൂടെ ഈ ജോയിൻറ്റിൽ അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഈ ആർക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ ഒക്കത്തില്ല. ഈ ഫ്ലക്സ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ആണ്, ഒരു ഗ്രാനുലേറ്റഡ് ഫോമിലുള്ള പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ആണ് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കോട്ടഡ് ഇലക്ട്രോഡ് ആയിരുന്നെങ്കിൽ ഈ ഫ്ലക്സിനെ ആ ഇലക്ട്രോഡ് വയർ അല്ലെങ്കിൽ ആ ഇലക്ട്രോഡിൽ കോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത ബെയർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. പകരം ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഇലക്ട്രിക് ആർക്കിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഈ ഫ്ലക്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്ലക്സ് പൗഡറിൻ്റെ ഉള്ളിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് ഈ ഇലക്ട്രിക് ആർക്ക് നമുക്ക് പുറത്ത് നിന്ന് കാണാൻ തന്നെ വിസിബിൾ തന്നെ ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ആ ഒരു സാധ്യതയില്ല. കാരണം ഈ ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മൂടിയിരിക്കുകയാണ്. ഈ പൗഡർ കൊണ്ടുള്ള ഫ്ലക്സിൽ കംപ്ലീറ്റ്ലി മൂടി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ആർക്ക് ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇവിടെ ഒരു ലെയർ പോലെ ഒന്നും കാണത്തില്ല, അതിൻ്റെ ഫുള്ള് ഈ ഇലക്ട്രിക് ആർക്ക് സഹിതം മൂടിയിരിക്കുകയായിരിക്കും ഈ ഫ്ലക്സ് എന്നുള്ളത്. ഈ ഫ്ലക്സ് ഇലക്ട്രിക് ആർക്കുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന പോർഷനുള്ള ഫ്ലക്സ് മാത്രം അങ്ങ് മെൽറ്റ് ചെയ്യും. മുഴുവൻ ഫ്ലക്സും മെൽറ്റ് ചെയ്യത്തില്ല. ഇട്ട് കൊടുക്കുന്ന ഈ മുഴുവൻ ഫ്ലക്സും മെൽറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ ഇലക്ട്രിക് ആർക്കുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ആ പോർഷനുള്ള ഫ്ലക്സ് മാത്രമായിരിക്കും മെൽറ്റ് ചെയ്യുന്നത്. അത് മെൽറ്റ് ചെയ്ത് ഈ ജോയിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ സ്ലാഗ് ആയിട്ട് അങ്ങ് ഫോം ആയിക്കോളും ഈ മെൽറ്റായി പോകുന്ന ഫ്ലക്സ്. ബാക്കി ഫ്ലക്സിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് വെക്കും. ഈ ഫ്ലക്സ് ഈ പൗഡർ ഫോമിനെ തന്നെ വലിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും ഈ ഹൂപ്പർ വഴി, ഇതൊരു ഹൂപ്പർ വഴിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം വെൽഡിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പൗഡർ ഫോമിലുള്ള ഫ്ലക്സ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. കാരണം ഒരു സർക്കുലർ ജോയിൻ്റ് ആണ് നമുക്ക് ഫോം ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വർക്ക് പീസിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. നമുക്ക് കാണാൻ തന്നെ ഒക്കത്തില്ല. അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ആർക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് ആർക്ക് കാരണം ഈ ഇലക്ട്രോഡും കൂടെ മെൽറ്റായി ഇവിടെ ജോയിൻ്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ആർക്കുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു പോർഷനിലുള്ള ഫ്ലക്സ് മാത്രമേ മെൽറ്റ് ആവുന്നുള്ളൂ. ബാക്കി ഫ്ലക്സിനെ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ആ അബ്സോർബ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഈ കാണുന്നത്. എക്സസ് ആയിട്ട് വരുന്ന ഫ്ലക്സിനെ അബ്സോർബ് ചെയ്യുന്ന മെക്കാനിസമാണ് ഇത്. ഇവിടെ ആർക്കുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ഫ്ലക്സ് മാത്രമേ മെൽറ്റ് ആവുന്നുള്ളൂ, അതും ഉള്ളിലാണ്. ബാക്കി പുറമേയുള്ള ഫ്ലക്സിനെ റീയൂസ് ചെയ്യാനായിട്ട് അബ്സോർബ് ചെയ്യുന്നതും കാണാം.
അപ്പോൾ ഈ മെൽറ്റ് ആവുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ലെയർ പോലെ, സ്ലാഗിൻ്റെ ലെയർ പോലെ ഇമ്പ്യൂരിറ്റീസ്, ഈ മോൾട്ടൺ മെറ്റലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ ജോയിൻ ചെയ്ത് ഒരു സ്ലാഗ് പോലെ ഇതിൻ്റെ ജോയിൻറ്റിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ഇവിടെ കിടക്കും. ഇതല്ല, ഇതിന് നമുക്ക് തല്ലി പൊടിച്ചത് സ്ലാഗിൻ്റെ ആ ഒരു കോട്ടിംഗ് ആണെന്ന് പറയാം. ഇതിന് നമുക്ക് ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ജോയിൻറ്റ്, വളരെ ഹൈ ക്വാളിറ്റിയുള്ള ജോയിൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ച് അബ്സോർബ് ചെയ്യുന്ന യൂസ് ചെയ്യാത്ത ഫ്ലക്സ് പൗഡറിനെ അബ്സോർബ് ചെയ്യുന്നതാണ് ഇതാ കാണുന്നത്. അപ്പോൾ ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് നമുക്ക് കാണാനേ ഒക്കത്തില്ല. അപ്പോൾ ഈ ഫ്ലക്സ് ഹൂപ്പർ വഴി, ഈ ഹൂപ്പറിൻ്റെ ഒരു ഇത് തന്നെ ഓപ്പണിംഗ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഹൂപ്പർ വഴി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും, ഇലക്ട്രിക് ആർക്കിനെ മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അത് ഗ്രാവിറ്റി മൂലമായിരിക്കും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വീണ് അങ്ങനെ കിടക്കുന്നത്, ഡെപ്പോസിറ്റായി കിടക്കുന്ന. ബാക്കി ഇവിടെ റിമൂവ് ചെയ്യുന്നതും കാണാം. ആ സ്ലാഗിനെ നമുക്ക് റിമൂവ് ചെയ്യുമ്പോഴാണ് വളരെ ഹൈ ക്വാളിറ്റി, ഇങ്ങനെയാണ് സ്ലാഗിനെ റിമൂവ് ചെയ്യുന്നത്. സ്ലാഗിനെ റിമൂവ് ചെയ്യുമ്പോഴേക്കും വളരെ ഹൈ ക്വാളിറ്റി വെൽഡ് ജോയിൻ നമുക്കിവിടെ കാണാനാകും. വളരെ തിക്നെസ് ഉള്ള, വളരെ ഹൈ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫക്ട്സ് ഒന്നും ഇല്ലാത്ത വെൽഡ് ജോയിൻ്റെയാണ് ഹൈ ക്വാളിറ്റി വെൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ തിക്നെസ് ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വെൽഡ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വർക്ക് പീസ് മൂവ് ചെയ്യുന്നതല്ല, കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്, മെഷീൻ കൺട്രോൾഡാണ്. കോൺസ്റ്റൻറ്റ് ഗ്യാപ്പ് ആയിരിക്കും അതവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന. യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും ഈ വർക്ക് മൂവ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സർക്കുലർ ആയിട്ടുള്ള വർക്ക് പീസിലാണ് ഉണ്ടാക്കുന്നത്. സർക്കുലർ ആവാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള വർക്ക് പീസിൽ നമുക്ക് ഈ ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് പൊസിഷനിൽ മാത്രമേ നമുക്ക് ഈ വെൽഡിങ് പ്രോസസ്സ് നടത്താൻ ഒക്കൂ. കാരണം ഈ പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ഇട്ട് കൊടുത്ത് അത് ഇവിടെ നിൽക്കണം. വെർട്ടിക്കൽ പൊസിഷനിലൊന്നും ഈ ഫ്ലക്സിന് ഇട്ട് കൊടുത്ത് അങ്ങനെ നിൽക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൊസിഷനിൽ മാത്രമേ ഈ വെൽഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അവിടെ തന്നെ കാണാം, ഫ്ലക്സ് ഇട്ട് കൊടുക്കും, പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഇലക്ട്രിക് ആർക്കിനെ മൂടുന്ന രീതിയിലായിരിക്കും ഫ്ലക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള വെൽഡിംഗ് പൊസിഷനിൽ മാത്രമേ ഈ വെൽഡിംഗ് പ്രോസസ്സ് നടത്താനൊക്കത്തുള്ളൂ. വെർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ഹെഡ് പൊസിഷനിലുള്ള രീതിയിലൊന്നും വെൽഡിംഗ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത്. ഹ്യൂമൻ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്ന ഹ്യൂമൻ ലേബറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആകെ ഈ സ്ലാഗ് റിമൂവ് ചെയ്യുക എന്ന ഒരു ജോലി മാത്രമേ ആ വർക്കറിനുണ്ടാവത്തുള്ളൂ. അപ്പോൾ സെമി സ്കിൽഡ് വർക്കേഴ്സിനെ ഉപയോഗിച്ച് തന്നെ ഈ പ്രോസസ്സ് ചെയ്യാനാകും. കാരണം ഇത് ഫുള്ളി കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്, മെഷീനാണ് ഈ വെൽഡ് ജോയിൻ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. വർക്കറിന് ആ സ്ലാഗ് റിമൂവ് ചെയ്യുന്ന പിന്നെ ഒരു ഓവറോൾ മേൽനോട്ടം മാത്രമേ ആ വർക്കറിന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് സെമി സ്കിൽഡ് വർക്കേഴ്സിനും ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. എക്സാമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം. വീഡിയോ ഒന്നും വരച്ച് വയ്ക്കാനൊക്കത്തില്ലല്ലോ, മാത്രമല്ല 3D ഫിഗർ ഒന്നും വരയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ഫിഗർ വേണമെങ്കിൽ എക്സാമിന് വരയ്ക്കാനായിട്ട് സാധിക്കും, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലുള്ള ഫ്ലക്സ്. ഈ ഇലക്ട്രോഡ് കോട്ടിംഗ് ഉള്ള ഇലക്ട്രോഡ് അല്ല, ബെയർ ഇലക്ട്രോഡാണ്. അതുകൊണ്ട് ഈ ഫ്ലക്സ് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നൈട്രജൻ ആയിട്ടൊക്കെ ഈ ഇലക്ട്രിക് ആർക്ക് കോൺടാക്റ്റിൽ വരുന്ന ഒഴിവാക്കാനായിട്ടാണ് ഈ പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഗ്രാവിറ്റി മൂലമായിരിക്കും പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുള്ള ഹോപ്പർ, അതായത് ഓപ്പണിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. ഇലക്ട്രിക് ആർക്കുമായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന പോർഷനുള്ള മോൾട്ടൺ മെറ്റൽ മെൽറ്റ് ആവും. ആ മോൾട്ടൺ മെറ്റലിൻ്റെ പോർഷനാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലക്സും ഈ ആർക്കുമായിട്ട് ടച്ചിൽ വരുന്ന ഈ പൗഡർ ഫോമിലുള്ള ഫ്ലക്സും കൂടെ മെൽറ്റ് ആവുന്നുണ്ട്. അത് ഈ മോൾട്ടൺ മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഒരു സ്ലാഗിൻ്റെ രൂപത്തിൽ മുകളിൽ ഒരു ലെയർ പോലെ അങ്ങ് ഡിപ്പോസിറ്റ് ആയിക്കോളും. ഒരിക്കലും ഈ വെൽഡ് ജോയിൻ്റ് അകത്തേക്ക് ഈ മോൾട്ടൺ ഫ്ലക്സ് കയറത്തില്ല. കാരണം ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് ഫോമിലായിരിക്കും ഈ മോൾട്ടൺ ഫ്ലക്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലൊരു ലെയർ ആയിട്ടായിരിക്കും, ഒരു സ്ലാഗ് എന്ന ഫോമിൽ മുകളിലൊരു ലെയർ ആയിട്ടായിരിക്കും അത് അവിടെ സോൾഡിഫൈ ചെയ്ത് വരുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് ചുമ്മാ തട്ടിയാൽ മതി, അത് ഇളകിപ്പോൾ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സോളിഡ് പാർട്ടാണ് ഈ സ്ലാഗ് എന്ന് പറയുന്നത്. അത് ഈസി ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ 1-2 ഞാനിവിടെ PPT കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇത് മറ്റൊരു ഫോട്ടോയാണ്. ഇത് സിമ്പിൾ ഫിഗറാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും എക്സാമിന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രോഡാണ് മെൽറ്റ് ചെയ്ത് ഇവിടെ ജോയിൻറ്റ് ഫോമായി വരുന്നത്. ഇലക്ട്രോഡിൻ്റെ ടിപ്പും ഈ വർക്ക് പീസും തമ്മിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഗ്യാപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ആദ്യം വെൽഡിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഈ ഇലക്ട്രോഡിനെ വർക്ക് പീസിൽ കൊണ്ട് മുട്ടിക്കും, ടച്ച് ചെയ്തിട്ട് അതൊന്ന് വിഡ്രോ ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് ഗ്യാപ്പ് അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ ആയിരിക്കും ആ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് ടിപ്പിൽ നിന്നും വർക്ക് പീസിലോട്ട് ഇലക്ട്രിക് കറണ്ട് ജമ്പ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് ഈ വെൽഡിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പം ഈ ഇലക്ട്രോഡ് മെൽറ്റ് അതിൻ്റെ ആ ഹീറ്റ് കാരണം ഇലക്ട്രോഡും കൂടെ മെൽറ്റാവും. ആ ഇലക്ട്രോഡ് കൂടെ മെൽറ്റായാണ് വെൽഡ് ജോയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയാം. പക്ഷേ ഇതൊരു ഇലക്ട്രോഡ് വയറാണെന്ന് തന്നെ പറയാം. ചുറ്റി വെച്ച് ചെയ്യുന്ന ഇലക്ട്രോഡ് വയറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലെങ്തിലുള്ള വയറായിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ വെച്ച് തീരത്തൊന്നുമില്ല. മേ ബി നമുക്ക് മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് പറയാം. കാരണം വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുറ്റി വെച്ച് ചെയ്യുന്ന ഇലക്ട്രോഡ് വയറായിരിക്കും ഇതിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയിരിക്കും. എന്ത് വർക്ക് പീസാണോ ഉപയോഗിക്കുന്നത് ആ വർക്ക് പീസിന് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. പ്രോസസ്സൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മൾ എക്സാമിന് എഴുതപ്പം 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഫിഗർ വരയ്ക്കുക. ഫിഗറിന് 2-3 മാർക്സ് കാണും. പിന്നെ ഒരു 5 മാർക്ക് എക്സ്പ്ലനേഷനും കാണും. പിന്നെ ബാക്കിയുള്ള 2-3 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അത് നമുക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കോമൺ സെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്ന്. ഒന്ന്, വളരെ ഹൈ ക്വാളിറ്റി വെൽഡ് ആയിരിക്കും ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച വെൽഡിംഗ് പ്രോസസ്സിനെക്കാളും ഒക്കെ ഒരു മേ ബി ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് അതിനേക്കാളും ഒക്കെ വളരെ ഹൈ ക്വാളിറ്റി വെൽഡാണ് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വലിയ വെൽഡ്, വളരെ തിക്നെസ് ഉള്ള വർക്ക് പീസസ് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ കൂടുതൽ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെൽഡ് ജോയിൻറ്റ് ഫോം ചെയ്യാനായിട്ട് കൂടുതൽ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ കൺട്രോൾഡാണ് അല്ലെങ്കിൽ മെഷീൻ കൺട്രോൾഡാണെന്ന് പറയും. യൂണിഫോം ഗ്യാപ്പ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും വർക്ക് പീസ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. സർക്കുലർ വർക്ക് പീസ് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. നമ്മൾ ലേബർ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹൈ ക്വാളിറ്റി വെൽഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലേബറിന് വേറെ വലിയ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സെമി സ്കിൽഡ് ലേബറിന് തന്നെ ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്ത് പോകും. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ് എങ്കിൽ പോലും നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു വയറാണ്, വൈൻഡ് ചെയ്ത് വെച്ചിരുന്നത് ചുറ്റി വെച്ച് ചെയ്യുന്ന വയറായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്ത് പോകാം. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ആർക്ക് പുറത്ത് കാണാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ഒന്നും പുറത്തോട്ട് വരുന്നില്ല. ആ ഇലക്ട്രിക് ആർക്കിൽ നിന്നുള്ള റേഡിയേഷൻ ഒന്നും വരുന്നില്ല. മാത്രമല്ല ഫ്യൂംസ് ഒന്നും വരുന്നില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഫേസ് ഷീൽഡ് ഒന്നും ഇല്ലാതെ തന്നെ ലേബറിന് അവിടെ വർക്ക് ചെയ്യാൻ നോക്കും. കാരണം റേഡിയേഷൻ ഒന്നും വരുന്നില്ല, ലൈറ്റ് ഒന്നും ആ ആർക്കിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ് ഷീൽഡ് ഒന്നും ഇല്ലാതെ തന്നെ ലേബറിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ പ്രോസസ്സിനുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്. ഈ എക്യുപ്മെൻറ്റ്സിന് കോസ്റ്റ് കൂടുതലാണ്. പോർട്ടബിൾ അല്ല എന്ന് തന്നെ പറയാം. ഇതെല്ലാം ഒരു റൂമിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. പോർട്ടബിൾ ആയിരിക്കത്തില്ല. മാത്രമല്ല കമ്പ്യൂട്ടർ കൺട്രോൾഡ് അല്ലെങ്കിൽ മെഷീൻ കൺട്രോൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ മാത്രമേ ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓവർഹെഡ് മലന്ന് നിന്നൊന്നും നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓവർഹെഡ് പൊസിഷനൊന്നും പറ്റത്തില്ല. വെർട്ടിക്കൽ പൊസിഷനിലും ഈ വെൽഡിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് എല്ലാം താഴെ വീണു പോകും. അപ്പോൾ അതുകൊണ്ട് വെർട്ടിക്കൽ പൊസിഷനിലൊന്നും നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴും ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ മാത്രമേ വെൽഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സ്ലാഗ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സും കൂടെ ഉണ്ട്. സിമ്പിളായിട്ടുള്ള സംഭവമാണ് എങ്കിലും സ്ലാഗ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് വെൽഡ് ജോയിൻറ്റ് കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ സ്ലാഗ് റിമൂവ് ചെയ്യുക എന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. പിന്നെ തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് സത്യം പറഞ്ഞത് ചെയ്യാനൊക്കത്തില്ല. സാധാരണ തിക്നെസ് കൂടിയ വർക്ക് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്. തിക്നെസ് കുറഞ്ഞ, അതായത് തിന്നായിട്ടുള്ള പ്ലേറ്റുകൾ, വളരെ തിന്നായിട്ടുള്ള പ്ലേറ്റുകളോ അല്ലെങ്കിൽ ഷീറ്റുകളോ ഒന്നും ഈ വെൽഡ് ജോയിൻ ചെയ്യാനായിട്ട് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഉപയോഗിക്കാറില്ല. അതിന് വേറെ വെൽഡിംഗ് പ്രോസസ്സൊക്കെ ഉപയോഗിച്ചാൽ മതി. തിക്നെസ് കൂടിയ വർക്ക് പീസസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പം തിന്നായിട്ടുള്ള പ്ലേറ്റിന് സ്യൂട്ടബിൾ അല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൗഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫ്ലക്സ് ആണെന്ന് പറഞ്ഞു. ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ലൈം, സിലിക്ക, കാൽഷ്യം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഇത്രയും കമ്പോണൻസിൻ്റെ ഒരു മിക്സറാണ് സാധാരണ ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മെൽറ്റ് ആവും. ഇലക്ട്രിക് ആർക്കിൻ്റെ ആ ടെമ്പറേച്ചറിൽ തന്നെ അങ്ങ് മെൽറ്റ് ആവും. അതിൻ്റെ പർപ്പസ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത് അത് ഒഴിവാക്കുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ലൈം, സിലിക്ക, കാൽഷ്യം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് ഈ കമ്പോണൻസ് വെച്ചിട്ടുള്ളൊരു പൗഡറായിരിക്കും ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് മെൽറ്റായി പോകാത്ത ഫ്ലക്സിനെ നമുക്ക് റീയൂസ് ചെയ്യാനും സാധിക്കും. ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന വളരെ ഹൈ ക്വാളിറ്റി വെൽഡിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.